Activity 7. Now read the first paragraph of the story The Wooden Cup again. Wooden Cupile first paragraph നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് വായിക്കുക. Here are a few sentences. Robertino loved his grandfather very much. They spent much time together. Robertino loved to sit on his grandfather's knee and listen. സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. The sentences refer to some habits that they had in the past. The simple past form is used here. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില സെൻറ്റൻസുകളുടെ മീനിങ് എന്ന് പറയുന്നത് അതായത് അവർ ഹാബിറ്റിനെ റെഫർ ചെയ്യുന്നു. ഈ ഹാബിറ്റ് എന്ന് വെച്ചാൽ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഹാബിറ്റിനെ കുറിച്ചാണ് റെഫർ ചെയ്യുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റീഡ് അനദർ പാസേജ് ഫ്രം ദ സെയിം സ്റ്റോറി. ആ സെയിം സ്റ്റോറിയിലുള്ള വേറൊരു പാസേജാണ് കൊടുത്തിട്ടുള്ളത്. One night at dinner, grandfather lifted his cup to drink his coffee, but his poor old hand shook so much that the coffee spilled on the clean white tablecloth. Look at the words underline. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? ലിഫ്റ്റഡ്, ഷുക്ക്, സ്പിൽഡ്. ഡു ദേ സജസ്റ്റ് പാസ്റ്റ് ഹാബിറ്റ്സ്? അവർ പാസ്റ്റ് ഹാബിറ്റ്സിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ മീനിങ്. These words do not refer to past habits but show what happened at a particular point of time in the past. മുകളിലുള്ള സെൻറ്റൻസിലേതുപോലെയല്ല ഇവിടെ പാസ്റ്റ് ഹാബിറ്റ്സിനെയല്ല റെഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. Pick out from the story the wooden cup in verbs that show habits and the verbs that show the things that happened at a specific point of time in the past. വുഡൻ കപ്പിലെ കുറച്ച് വാക്കുകൾ, അതായത് കുറച്ച് പാസ്റ്റ് ഹാബിറ്റ്സും പിന്നെ അതിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പാസ്റ്റ് ഹാബിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഏതൊക്കെയാണ്? ഒന്നാമത്തേത് റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ലോർഡിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആണ് ഒന്നാമത്തേത്. അത് കഴിഞ്ഞ് ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. ഇതൊക്കെയാണ് പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥിരമായി ചെയ്യുന്നത്. ഇനി ഹാപ്പൻ ഇൻ ദ പാസ്റ്റിൽ നടന്ന കാര്യം. ദ കപ്പ് ബ്രോക്ക് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ഹീ ഹേർഡ് അബൌട്ട് ദിസ് ന്യൂസ്. പിന്നെ ഹീ ഡ്രോപ്ഡ് ഹിസ് കപ്പ്. ഇതിൽ രണ്ടാമത്തത് മൂന്നാമത്തതുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹീ ഹേർഡ് അബൌട്ട് ഹിസ് ന്യൂസും ഹീ ഡ്രോപ്ഡ് ഹിസ് കപ്പും. അതിൽ ബി, ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷുക്ക്. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദം? ഹൗ ആർ ദേ ഫോംഡ്? ഇവിടെ ലിഫ്റ്റഡും ഷുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതിൻ്റെ മീനിങ് എന്താണ്, അവരെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ദ വേർഡ് ലിഫ്റ്റഡ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ഇ ഡി ടു ദ റൂട്ട് വേർഡ് ഫ്രം ലിഫ്റ്റ്. ലിഫ്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ ലാസ്റ്റ് ഇ ഡി ചേർത്താണ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ദ വേർഡ് ഷുക്ക് ഈസ് ഫോം ഫ്രം ദ റൂട്ട് വേർഡ് ഷേക്ക് നോട്ട് ബൈ ആഡിങ് ഡി ഓർ ഇ ഡി. പക്ഷേ ഷുക്ക് എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ റൂട്ട് വേർഡായ ഷെയ്ക്ക് ആണ്. ഓക്കെ, ഷേക്കിൻ്റെ റൂട്ട് വേർഡായ നിന്ന് പാസ്റ്റ് ഫോംസ് ആയ ഷുക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഡിയും ഇ ഡി എന്ന് പറയുന്ന വാക്കുകൾ ചേർത്തിട്ടില്ല. ഇഫ് ദ പാസ്റ്റ് ടെൻസ് ഫോം ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് ഡി ഓർ ഇ ഡി സച്ച് വെർബ്സ് ആർ കാൾഡ് റെഗുലർ വെർബ്സ്. വെർബുകളുടെ പാസ്റ്റ് ഫോംസ് ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം? റെഗുലർ വെർബുകൾ എന്ന് പറയാം. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗ്രാജുവേറ്റഡ്, എഡ്യൂക്കേറ്റഡ്, ഡെയർഡ് ഇതുപോലുള്ള വേർഡുകളിൽ നമുക്ക് ഇ ഡി ചേർത്ത് അതിൻ്റെ പാസ്റ്റ് ഫോം നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? റെഗുലർ വെർബുകൾ എന്ന് പറയുന്നു. അതിൽ സി, read the poem Somebody's Mother and the story The Wooden Cup once again and pick out the verbs in the past. Classify them as regular verbs or irregular verbs. Somebody's Mother അല്ലെങ്കിൽ Somebody's Mother കൊണ്ട് വുഡൻ കപ്പ് ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററിലെയും വാക്കുകളിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പാസ്റ്റുള്ള വെർബുകൾ കണ്ടുപിടിച്ചിട്ട് അത് റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് എഴുതണം. ഓക്കെ, താഴെ നോക്കിക്കോളൂ. സം വെർബ്സ് ഹാവ് ഡി ഓർ ഇ ഡി ഓർ ടി ഇൻ ദെയർ പാസ്റ്റ് ഫോംസ്. അവയെ നമ്മൾ എന്തോന്ന് പറയുന്നു? റെഗുലർ വെർബുകൾ എന്ന് പറയുന്നു. ഓക്കെ, ഡി, ഇ ഡി അല്ലെങ്കിൽ ടി കൂടി വരാറുണ്ട്. But some verbs have different ways for forming their past and past participles. They are irregular verbs. അവയെ നമ്മൾ എന്ത് പറയുന്നു? ഇറഗുലർ വെർബ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബുകൾ വെയിറ്റഡ്, ഓഫേർഡ്, പോസ്ഡ്, വിസ്പേർഡ്. ഓക്കെ, ഇറഗുലർ വെർബുകൾ സ്റ്റുഡ്, ലെറ്റ്, കെയിം, വെൻറ്റ്. ഇത് കണ്ടില്ലേ? ഗോ നമ്മൾ എന്ത് ചെയ്തു? അതിന് വെൻ്റ് ആക്കി. അതുപോലെയാണ്. 8th activity. Here is a poem for you to sing. Fill in the blanks using the correct forms of words given in the bracket. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? പാസ്റ്റ് തിരിച്ചെഴുതാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ കവിത മൊത്തം വായിക്കുന്നില്ല. ഇതിൽ ഡാഷ് ഉള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് അവിടെ വരേണ്ട വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകളിന് പകരം അതിൻ്റെ പാസ്റ്റ് ഫോംസാണ് വരാനുള്ളത്. ഫസ്റ്റത്തെ വാക്ക് ഗോയാണ്. ഗോയിൻ്റെ പാസ്റ്റ് ഫോം വെൻറ്റ്. സി പാസ്റ്റ് ഫോം സോ. നീലിൻ്റെത് നെൽറ്റ്. സ്ക്രീം സ്ക്രീംഡ്. ഗെറ്റ് ഗോട്ട്, കം, കെയിം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ഫോംസ് ആണ്.
ലിസ്റ്റ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. ആ പോയത്തിൽ പാസ്റ്റ് വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പുട്ട്, പിക്ഡ്, ഗോട്ട്, വാക്ക്, ലുക്ക്, ലിസൺ, വിസിൽ, സ്മൈൽ, നെൽ, റാൻ, നോക്ക്, ഓപ്പൺ ആൻഡ് ഹാഡ്. റീറൈറ്റ് ദ പോയം ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ആ പോയത്തെ എന്ത് ചെയ്യുക? ഒരു സ്റ്റോറിയുടെ ഫോമിൽ എഴുതുക. ഇതാണ് ആ പോയത്തെ സ്റ്റോറി ഫോമിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് വായിച്ചു നോക്കുക. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇല്ല. ഇതിൽ കൂടുതലും പാസ്റ്റ് വേർഡ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 9th activity. What were your activities yesterday? Make a detailed diary entry. Use the past form. തലേ ദിവസമുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ഒരു ഡയറി രൂപത്തിൽ എഴുതുക. പോരാത്തതിന് അതെന്ത് ചെയ്യുക? പാസ്റ്റ് ഫോമിലാക്കുക. സാധാരണ അതിന് ഒരു ഡയറി എഴുതുമ്പോൾ അതായത് തലേ ദിവസത്തെ കാര്യം അല്ലെങ്കിൽ ഒരു ദിവസം നടന്നു കഴിഞ്ഞ കാര്യത്തെയാണ് നമ്മൾ ഡയറി രൂപേണ എഴുതുന്നത്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും വരേണ്ട വാക്കുകൾ പാസ്റ്റ് ഫോംസിലായിരിക്കണം. ഇതാണ് ഡയറി. Friday 23 November 2018. അപ്പോൾ ഡേയും ഡേറ്റും നമ്മൾ കാര്യങ്ങൾ വച്ചിട്ടുണ്ട്. Caught up at 5:30 AM. Did my remaining homework. After bath, had my breakfast with dad. Got the school bus at the exact time. The first period was mathematics. Our teacher started a new unit. During English period, we had a test paper. I could score only B grade. In the evening, there was a football match between standards 7A and Standard 7B. Standard 7B won the match. Reached home a little late. Went to the river to take a cold bath. Dad was also with me. Went to bed at 9:30 after supper. A nice day. ഒരു സിമ്പിളായിട്ടുള്ള ഡയറിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഡയറി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അവൻ ഡയറി എഴുതുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യുക? ഒരു ബോക്സിലാക്കുക. പിന്നെ ഫോർമാറ്റും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി എഴുതുക. 10th activity. Complete the conversation using the correct forms of the verbs given below. താഴെ കുറച്ച് കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ചെറിയ വാക്കുകൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള വാക്കുകൾ കൃത്യമായി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ വേർബുകളുടെ പാസ്റ്റ് ഫോംസും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി വേണം എഴുതാൻ. ഓക്കെ. സ്വപ്ന പറയുകയാണ്, ഹായ് ഡയാന, ഐ ഹാവൻ സീൻ യു ഫോർ ഏജസ്, ഹൗ ആർ യു ബീൻ? ഡയാന തിരിച്ച് മറുപടി കൊടുക്കുന്നു, പ്രിറ്റി ഗുഡ്, താങ്ക്സ്. സ്വപ്ന ചോദിച്ചത്, ഡയാന, ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായി, എങ്ങനെയാണ് ഇപ്പോഴുള്ളത്? അപ്പോൾ ഡയാന പറഞ്ഞു, നന്നായിരിക്കുന്നു, നന്ദി എന്ന് പറഞ്ഞു. സ്വപ്ന തിരിച്ച് ചോദിക്കുകയാണ്, ആർ യു സ്റ്റിൽ ഇൻ കോളേജ്? സ്വപ്ന ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നീ ഇപ്പോഴും കോളേജിലാണോ പഠിക്കുന്നത്? ഡയാന പറയുന്നു, നോ നോട്ട് എനിമോർ. ഇല്ല, ഇപ്പോൾ ഞാൻ അവിടെയല്ല പഠിക്കുന്നത്. ഐ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ കോളേജിൽ നിന്ന് നമ്മൾ പഠിത്തം കഴിഞ്ഞിറങ്ങുന്നതിന് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് ഇയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കാര്യമാണ്. ആൻഡ് ഐ ഗോട്ട് എ ജോബ് അറ്റ് പഞ്ചാബ് ബാങ്ക്. ഐ ഗെറ്റ് എ ജോബ് എന്നാണ് വരാനുള്ളത്. പക്ഷേ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെറ്റിനെ ഗോട്ടാക്കി എഴുതുന്നു. സ്വപ്ന, ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. യു നോ യു ഡാഷ് ഡിഫറൻറ്റ്. അതായത് അത് കഴിഞ്ഞ് പറയുകയാണ്, അത് വളരെ നല്ല കാര്യമാണ്. അത് പറയുകയാണ്, നീ വളരെ നിന്നെ കാണാൻ വളരെ മാറ്റമുണ്ട്. ഈ ലുക്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് പോലെ ലുക്ക്ഡ് ഡിഫറൻറ്റ്, അതായത് പാസ്റ്റ് ഫോംസ് അവിടെ ആഡ് ചെയ്യുകയാണ്. ഹാവ് യു ചേഞ്ച് യുവർ ഹെയർ സ്റ്റൈൽ? ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഡയന, യെസ് ഇറ്റ് ഷോർട്ടർ. ഓ ഹാൻഡ് ഐ ഹാവ് ലോസ്റ്റ് വെയിറ്റ്. അപ്പോൾ പറയുന്നു, ഞാൻ എന്ത് ചെയ്തു? മുടി വളരെ ചെറുതാക്കി മുറിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഞാൻ കുറച്ച് വെയിറ്റും കുറച്ചിട്ടുണ്ട്. സ്വപ്ന മറുപടി കൊടുക്കുന്നു, വെൽ യു ലുക്ക് ഫാൻറ്റാസ്റ്റിക്. നിന്നെ കാണാൻ വളരെ സുന്ദരിയാണ്, മനോഹരമാണ്. ഡയാന, താങ്ക്സ്, സോ ഡു യു. ആൻഡ് ദർ ഈസ് വൺ മോർ തിങ്, ഐ ഗോട്ട് എൻഗേജ്ഡ്. ഡയാന പറയുന്നു, നന്ദി, പിന്നെ നിന്നെയും കാണാൻ നന്നായിരിക്കുന്നു. പോരാത്തതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ. സ്വപ്ന പറയുകയാണ്, കൺഗ്രാജുലേഷൻ. സ്വപ്ന താങ്ക്സ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വെയർ ഡാഷ് ഹി വർക്ക്? അപ്പോൾ വെയർ ഡസ് ഹി വർക്ക് എന്നാണ് വരാനുള്ളത്. ഓക്കെ. അവിടെ ഡസ് നമ്മുടെ ബ്രാക്കറ്റിൽ ഉള്ള ആൻസറിൽ കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഇംപ്രൊവൈസ് ചെയ്ത് നമ്മൾ എഴുതേണ്ട കാര്യമാണ്. ഓക്കെ. വെയർ ഡസ് ഹി വർക്ക്? ഓക്കെ. വർക്ക് അവിടെ കൃത്യമായാണ് കൊടുത്തിട്ടുള്ളത്. ഡയാന പറയുന്നു, ഇൻ ഓസ്ട്രേലിയ. സ്വപ്ന പറയുകയാണ്, ഡു യു ഡാഷ് ടു ഗോ വിത്ത് ഹിം ആഫ്റ്റർ ദ മാരേജ്? ഡു നമ്മൾ അവിടെ ചേർക്കേണ്ടതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് പ്ലാൻ ഇവിടെ കൃത്യമായാണ് കൊടുത്തിട്ടുള്ളത്. ഡു യു പ്ലാൻ ടു വർക്ക് ഹിം ആഫ്റ്റർ ദ മാരേജ്? മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചർ കാര്യമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഡയാന പറയുകയാണ്, ആഫ്റ്റർ എ ഇയർ പെർഹാപ്സ് എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യുകയാണ്? കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുകയാണ്. 11th activity. Read the following sentence from the wooden cup. I am making a wooden cup. Answer Robertino. What idea do you get about the action make? Is the action complete or going on? ഓക്കെ. അതായത് റോബർട്ടിനോ പറയുന്ന കാര്യം, വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് എബൌട്ട് ദ ആക്ഷൻ മേക്ക്? മേക്ക് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായത്? ഇവിടെ മേക്ക് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഈസ് ദ ആക്ഷൻ കംപ്ലീറ്റ് ഓർ ഗോയിങ് ഓൺ? ആക്ഷൻ, ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ കഴിഞ്ഞതാണോ? അതൊരു
ഗോയിങ് ഓൺ ആക്ഷൻ അത് ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ്, ഞാനൊരു വുഡൻ കപ്പ് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് നമ്മൾ താഴെ എഴുതുന്നത്. റൈറ്റ് സൈഡ് നോക്കിക്കോളൂ. യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മേക്കിംഗ് എ വുഡൻ കപ്പ് എന്ന് പറയുമ്പോൾ വുഡൻ കപ്പ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In such a situations, the ing form of the verb is used along with the am, is or are. ഇവിടെ am, is അല്ലെങ്കിൽ are എന്ന് പറയുന്നതിൻ്റെ കൂടെ വെർബിൻ്റെ ing ഫോം കൂടി ചേർത്താണ് നമ്മൾ പറയുന്നത്. കണ്ടില്ലേ, ഐ ആം മേക്കിംഗ്, അതാണ് പറയുന്നത്. മേക്കിംഗ് ആയി ഇവിടെ ആമും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ആക്ഷൻ കംപ്ലീറ്റ് അല്ല, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ing ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Either the words am, is or are used before the ing form to get the present continuous tense form. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളത്, കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെർബിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ing ഫോം യൂസ് ചെയ്യുന്നു. എന്തോന്നിൻ്റെ കൂടെ, ആം, ഈസ് അല്ലെങ്കിൽ ആറിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. Read the following passage and identify the actions going on at the present time. പ്രസൻറ്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് എന്ത് ചെയ്യുക, നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാം. John lives in Mumbai. He is working in a restaurant. He works 6 days a week. After work, he plays soccer or baseball with his sons. He tries to play every day, but sometimes he cannot. John's wife works too. She is working as a teacher. Their children are studying in her school, so she is very happy. അപ്പോൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രസൻറ്റ് ടൈമിലുള്ള ടെൻസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ആ പ്രസൻറ്റ് ടൈമിലുള്ള സെൻറ്റൻസുകൾ. ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്, ഈസ് വർക്കിംഗ് ആണ്. ഓക്കെ, ഈസുമുണ്ട്, വർക്കിങ്ങിൽ ing ഉണ്ട്. ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. ഓക്കെ, അവിടെ ഈസുമുണ്ട്, ing ഫോമും ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിക്കോളൂ, ആർ സ്റ്റഡിയിങ്, ആറുമുണ്ട്, ing ഫോം ഓഫ് ദ വെർബും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ. Complete the table with sentences from the passage given above. One has been done for you. അപ്പോൾ 2 കോളംസിൽ ഫസ്റ്റ് കോളം ആക്ഷൻ ദാറ്റ് ആർ കണ്ടിന്യൂയിങ്, ആക്ഷൻ ദാറ്റ് ഹാപ്പൻ റെഗുലർലി. ഫസ്റ്റ് കോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, സെക്കൻഡ് കോളത്തിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യം. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് കോളത്തിൽ കണ്ടിന്യൂയിങ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഹീ ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയാണ്. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ, ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. ദെയർ ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ് ഇൻ ഹെർ സ്കൂൾ, അവരുടെ കുട്ടികൾ അവരുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, അത് റെഗുലറായി നടക്കുന്ന ആക്ഷൻ. ഹീ വർക്ക് 6 days a week, ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യുന്നു. അത് എല്ലാ ആഴ്ചയിലും 6 ദിവസമുണ്ട്, അതൊരു റെഗുലർ ആക്ഷനാണ്. ജോൺ ലിവ്സ് ഇൻ മുംബൈ, ജോൺ മുംബൈയിലാണ് താമസിക്കുന്നത്, അത് റെഗുലറാണ്. ഹീ പ്ലേസ് സോക്കർ ഓർ ബേസ്ബോൾ, അതും റെഗുലറാണ്. ഹീ ട്രൈസ് ടു പ്ലേ എവരി ഡേ, അതും റെഗുലറാണ്. ജോൺസ് വൈഫ് വർക്ക്സ് ടു, അതും എന്താണ്, റെഗുലറാണ്. Think of a place where you would like to be. Close your eyes and imagine this place in great detail. നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ എവിടെയാണ് ചിലവഴിക്കേണ്ടതെന്നുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് ഓർമ്മിക്കുക. എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്തെടുക്കുക. അവിടെ കുറച്ച് ഡീറ്റെയിൽസ് വരേണ്ട ഏതൊക്കെയെന്ന് വെച്ചാൽ, വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് ചെയ്യുന്നത്. ഹൗ ഈസ് ദ വെദർ, കാലാവസ്ഥ എങ്ങനെയാണ്. വാട്ട് ഡു യു സീ, നിങ്ങൾ കാണുന്നത് എന്താണ്. വേർ ആർ യു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, നിങ്ങൾ ഇരിക്കുകയാണോ നിൽക്കുകയാണോ, ആണെങ്കിൽ അതെവിടെ. ഹൂ ഈസ് വിത്ത് യു, നിങ്ങളുടെ ഒപ്പം ആരുണ്ട്. Now take a piece of paper and write a description of what you have just imagined. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമാജിൻ ചെയ്തെടുത്ത കാര്യം എഴുതുക. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു, ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്, ഞാൻ വളരെ നിശബ്ദമായ ഒരു ബീച്ചിലിരിക്കുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എവിടെയെന്ന് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ബീച്ച് വച്ചാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്. My sister is playing on the beach. The weather is nice. I can see people taking bath in the sea. Some children are selling groundnut. A little away from where I sit, I can see some girls. They are flying kites. My parents are also with us. They are talking about the weather. Now the sun is setting. What a beautiful sight. Akhil, get ready. Let us go. Dad is calling me. അപ്പോൾ ഒരു ബീച്ചിലെ സൺസെറ്റ് കാണുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഓർത്തെടുത്ത് അത് ഇതുപോലെ എന്ത് ചെയ്യുക, എഴുതാം. താഴെ നോക്കിക്കോളൂ, പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. നിങ്ങൾ എഴുതിയ ആ ഡിസ്ക്രിപ്ഷൻ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. കൂട്ടുകാരെ വെച്ച് അതിലുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
I am sitting on a quiet beach. My sister is playing on the beach. Some children are selling groundnut. They are flying kites. They are talking. The sun is setting. Dad is calling me. അപ്പോൾ ഈസും ആറും ആമും കൂടെ ing ഫോം ഓഫ് ദ വെർബും. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ രീതി. 12ാമതായിട്ട് നോക്കിക്കോളൂ. ഹിയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് എ ഗേൾ ഡിസ്ക്രൈബിംഗ് ദ എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഡ്യൂറിംഗ് ഹർ സ്റ്റേ ഇൻ മുംബൈ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. എഡിറ്റ് ദം. ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡയറിയാണ്. നമുക്ക് എന്ത് ചെയ്യുക, അതിലുള്ള തെറ്റുകൾ തിരുത്താം. തെറ്റുകളെ അണ്ടർലൈൻ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൃത്യമായ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഐ ആം മീറ്റിംഗ്, അതിന് പകരം ഐ മെറ്റ് എ റിയലി understanding girl in my neighborhood cafe this morning. I was writing a letter to my mother and she asked what language I was writing in. We ended up talking for about an hour. People in Mumbai seemed very comfortable with each other. It seems quite natural for two people to just start talking in a cafe. This is something that doesn't happen in my place. At home, I would never sat chatting with a stranger. I see that it's easy to meet new people here. വളരെ സിമ്പിളാണ്. 30th activity, read the sentence given below. What are you making, Robertino asked his mother fondly. അറിയാനുള്ള ആഗ്രഹത്തോടെ അമ്മ ചോദിച്ചു, റോബർട്ടിനോ നീ എന്താണ് നിർമ്മിക്കുന്നത്? What are the other ways of asking the same question? Discuss and write. ഇതേപോലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറ്റിയ മറ്റുള്ള രീതികൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വേസ് നമുക്ക് ചോദിക്കാൻ പറ്റിയത്. റോബർട്ടിനോ, വിൽ യു പ്ലീസ് ടെൽ മീ വാട്ട് യു ആർ മേക്കിംഗ്? റോബർട്ടിനോ, ലെറ്റ് മീ നോ വാട്ട് യു ആർ മേക്കിംഗ്? Robertino, I would like to know what you are making. I wonder what you are making, Robertino. Now, read the imaginary conversation between Robertino and his grandfather. Identify different ways of asking question. അപ്പോൾ റോബർട്ടിനോയുടെ ഗ്രാൻഡ് ഫാദർ തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലുള്ള ഡിഫറെൻറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കാം. റോബർട്ടിനോ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി? Grandpa, I should be interested to know what story you would like to hear. Robertino, can you tell me why angels live in heaven? Grandpa, have you got any idea about what angels do for us? Robertino, I am afraid I don't know anything about it. Grandpa, if you like, I could tell you a story about it. Robertino, thank you very much, Grandpa. ലാസ്റ്റ് കോൺവെർസേഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോൺവെർസേഷനിലും ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ മോഡലാണ്. അതായത് ഒരു ചോദ്യം എങ്ങനെയെല്ലാം ചോദിക്കാവുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. You may have noted that each utterance in the above conversation serves a function. Discuss now. Complete the table given below. മുകളിൽ ചോദിച്ചിട്ടുള്ള ഓരോ അട്ടറൻസ് എന്ന് വെച്ചാൽ ഓരോ ശബ്ദങ്ങളും ഓരോ ചോദ്യത്തിൻ്റെ രൂപേണയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് അതിൽ നോക്കാം. അതായത് ഫങ്ഷൻസും അതിൻ്റെ അട്ടറൻസും. ആസ്കിങ് ഇൻഫർമേഷൻ, പിന്നെ മേക്കിംഗ് എ റിക്വസ്റ്റ്, ഓഫറിങ് ഹെൽപ്പ്, അക്സെപ്റ്റിംഗ് ഹെൽപ്പ്, സേയിങ് യു ഡു നോട്ട് നോ. അപ്പോൾ എങ്ങനെയല്ല നമുക്ക് അട്ടർ ചെയ്യാം. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എങ്ങനെ നോക്കാം. ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. ഹാവ് യു ഗോട്ട് എനി ഐഡിയ? ഓക്കെ. വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ us? കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി, ഗ്രാൻഡ്പാ? ഇഫ് യു ലൈക്ക് ഐ കുഡ് ടെൽ എ സ്റ്റോറി അബൌട്ട് ഇറ്റ്. താങ്ക് യു വെരി മച്ച്, ഗ്രാൻഡ്പാ. ഐ ആം അഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇവിടെ നോക്കിക്കോളൂ. ഹിയർ ആർ എ ഫ്യൂ സിറ്റുവേഷൻസ്. ഹൗ ക്യാൻ യു ആസ്ക് ഫോർ ഇൻഫർമേഷൻ? യൂസ് ദ എക്സ്പ്രഷൻസ് ഇൻ ദ ബോക്സ്. കുറച്ച് സന്ദർഭങ്ങളാണ്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ചോദ്യം ചോദിക്കാമെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഏതാണ്? അറ്റ് ദ റിസപ്ഷൻ ടേബിൾ ഇൻ എ കമ്പനി ഓഫീസ്. ഒരു ഓഫീസിലെ റിസപ്ഷൻ ടേബിളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ, ഡു യു നോ വെൻ ദ ഇൻ്റർവ്യൂ സ്റ്റാർട്ട്സ്? അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേതാണ് അറ്റ് ദ റെയിൽവേ ഇൻഫർമേഷൻ ഡെസ്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ ഡെസ്കിൻ്റെ അവിടെ. കുഡ് എനിവൺ ടെൽ മീ ദ ഡിപ്പാച്ചർ ടൈം ഓഫ് വേനാട്? മൂന്നാമത്തേത് വെൻ യു ആർ നോട്ട് ഷുവർ ഹൂ ഹാസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ബെസ്റ്റ് ടൈമിങ്സ്? മൂന്നാമതിന് ഉത്തരം ഏതാണ്? ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ വെൻ ദ നെക്സ്റ്റ് ബസ് ടു ബാംഗ്ലൂർ സ്റ്റാർട്ട് ഫ്രം ഹിയർ? ലാസ്റ്റത്തത് അറ്റ് ദ ബാങ്ക്. ബാങ്കിലെത്തുമ്പോൾ എങ്ങനെയാണ്? ക്യാൻ യു പ്ലീസ് ഗിവ് മീ എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഹൗസ് ലോൺസ്?